നമസ്കാരം കുഞ്ഞുങ്ങളെ. ലേൺ ഹിന്ദി വിത്ത് കൽ ടീച്ചർ എന്ന ചാനലിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കവിതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 5ാം ക്ലാസ്സിലാണ് നമ്മൾ ഹിന്ദി ആദ്യമായിട്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നത്. അക്ഷരങ്ങൾ പഠിച്ചു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്. അക്ഷരം പഠിക്കുന്നത് എങ്ങനെയാണ്? പാഠഭാഗത്തിലൂടെ, വാക്കുകളിലൂടെ അക്ഷരങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഓരോ ലെറ്റേഴ്സും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുകയുള്ളൂ. നോക്കിയാൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ദുലാരെ പൽ എന്ന യൂണിറ്റിലെ ഒരു കവിതയാണ് ധൂപ് ആ ഗയി. ദുലാരെ പൽ മീൻസ് പ്രിയപ്പെട്ട നിമിഷങ്ങൾ. അത് യൂണിറ്റിൻ്റെ പേരാണ്. അതിലേക്ക് നോക്കിയാൽ കുറേ പൂക്കളും ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെ നമുക്ക് കാണാം. അതിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കണം. പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുന്നത്. ചിത്രശലഭത്തിന് തിത്തലി എന്ന് പറയും. പൂക്കൾക്ക് ഫൂൽ എന്ന് പറയും. സൂര്യന് സൂരജ് എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനുള്ളതൊരു കവിതയാണ്. ധൂപ് ആ ഗയി. ധൂപ് മീൻസ് വെയിൽ. വെയിൽ വന്നിരിക്കുന്നു, അതായത് സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ കവിത. നോക്കിയേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹക്കീം, കലിയാം ക്യാരി ക്യാരി മഹക്കീം, കലിയാം ഇത്തനി സാരി മഹക്കീം. കവി പറയുകയാണ്, ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. ധൂപ് വെയിൽ, വെയിൽ വന്നിരിക്കുന്നു. സുബഹ് സുബഹ് കി. സുബഹ് മീൻസ് മോർണിംഗ്. മോർണിംഗിൽ വെയിൽ വന്നിരിക്കുന്നു. കലിയാം, കലി മീൻസ് പൂമൊട്ട്, ബഡ്, ഫ്ലവർ ബഡ്. കലിയാം പൂമൊട്ടുകൾ. പ്യാരി പ്യാരി മഹക്കീം. മഹക്കിനാന്ന് വെച്ചാൽ സുഗന്ധമുള്ളതാണ്. പ്യാരി മീൻസ് ലവബിൾ. നല്ല പൂമൊട്ടുകൾ, സുഗന്ധമുള്ള പൂമൊട്ടുകൾ. കലിയാം ക്യാരി ക്യാരി മഹക്കീം. ക്യാരി മീൻസ് എന്താണ്? ആ ചെടിയുടെ ആ തടത്തിനാണ് പറയുന്നത് ക്യാരി. ചെടിയുടെ തടത്തിലും നല്ല സുഗന്ധം, പൂമുട്ടിനും സുഗന്ധം. കലിയാമിത്തനി സാരി മഹക്കീം. എല്ലാ പൂമുട്ടുകളും മഹക്കീം. മഹക്കിന നല്ല സുഗന്ധം ഉണ്ടാകുക. രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അതാണ് ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹക്കീം. പൂമുട്ടുകൾ, ഇങ്ങനെ വിരിയാൻ തയ്യാറായി നിൽക്കുന്ന പൂമുട്ടുകൾ, സുഗന്ധപൂരിതമായിട്ടുള്ള പൂമുട്ടുകൾ. കലിയാം ക്യാരി ക്യാരി മഹക്കീം. അവ എവിടെയാണ്? തടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സുഗന്ധം പരത്തിക്കൊണ്ട്. കലിയാം ഇത്തനി സാരി മഹക്കീം. അടുത്ത് നോക്കിയേ. ഹവാ ബഹിരഹി ടണ്ടി ടണ്ടി. ഹവ കാറ്റ്. കാറ്റിങ്ങനെ ബഹിന വീശിക്കൊണ്ടിരിക്കുകയാണ്. ടണ്ടി ടണ്ടി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വഹ് ബഹ്കി ബഹ്കി. ഘൂമിന ചുറ്റിക്കറങ്ങുക. ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത്? കാറ്റ്. വഹ് ബഹ്കി ബഹ്കി. തത്തിക്കളിച്ചിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടിന പറക്ക്, പറക്കുന്ന പക്ഷികൾ. ചിടിയാം പക്ഷികൾ. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. പറന്നു വന്നിരിക്കുന്നു പക്ഷികൾ. ഫുദക്ക് ഫുദക്ക് കർ വേഫി ചഹക്കീം. ഫുദക്കിന ചാടുക, ചാടിച്ചാടി. വേഫി അവരും. ചഹക്കീം അവർ ചിലച്ചിരിക്കുന്നു. ചിലയ്ക്കുക എന്നുള്ളതിനെ ബഹക്കി ചഹക്കി മീൻസ് ചിലയ്ക്കുക. ഫുദക്ക് ഫുദക്ക് കർ വേഫി ചഹക്കീം. ചാടിച്ചാടി അവർ വന്നിരിക്കുകയാണ് പക്ഷികൾ. ചഹക്കീം ചിലയ്ക്കുന്നു, ചാടിച്ചാടി വന്ന് ചിലയ്ക്കുന്നു. ഹവാ ബഹിരഹി ടണ്ടി ടണ്ടി. ഘൂം രഹി വഹ് ബഹ്കി ബഹ്കി.
ഉടുത്തി ചിടിയാം ഫുദക്ക് ഫുദക്ക് കർ ബേഫി ചഹക്കി. അപ്പം പ്രകൃതി വർണ്ണനയാണ്. സൂര്യൻ രാവിലെ ഉദിക്കുന്നു. അപ്പം എന്താണ് വരുന്നത്? ധൂപാണ്. പ്രകാശം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. സുബഹ് അതിരാവിലെ തന്നെ വന്നിരിക്കുന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കീം കലിയാം ക്യാരി ക്യാരി മഹക്കീം കലിയാം ഇത്തനി സാരി മഹക്കീം. ഹവാ ബഹ്രഹി ഠണ്ഡി ഠണ്ഡി. ഠണ്ഡി മീൻസ് തണുത്ത കാറ്റിങ്ങനെ വീശുന്നു. ഘൂം രഹി അത് ചുറ്റിക്കറങ്ങിയാണ്. ബഹുക്കി ബഹുക്കി തത്തിക്കളിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ഉടുത്തിയായി ചിടിയാം പറന്ന് പക്ഷികൾ വന്നിരിക്കുന്നു. ഫുദക്ക് ഫുദക്ക് കർ വേഫി ചഹക്കി ചാടി അവർ ഇങ്ങനെ ചിലയ്ക്കുന്നു. ഇതാണ് നമ്മുടെ കവിത. ഈ കവിത നല്ലതുപോലെ വായിക്കണം. നല്ലതുപോലെ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റി ആയിട്ട് വരാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.